ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ISL 15 സീസണിലെ 4 ആഴ്ച കടന്നു പോകുമ്പോൾ ISL 15 സീസൺ വളരെയധികം വാശിയേറിയ ടൂർണമെൻറ്റായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന മത്സര റിസൾട്ടുകളും ബെസ്റ്റ് പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാനായി വന്നിട്ടുള്ളത്. പ്രധാന മാച്ച് റിസൾട്ട് എന്ന് പറയുന്നത് ഹൈദരാബാദ് FC 15 സീസണിലെ ആദ്യ പോയിന്റ് സ്വന്തമാക്കിയ വീക്കെൻഡാണ് കടന്നു പോകുന്നത്. ചെന്നൈയെ സമനിലയിൽ പിടിച്ചുകൊണ്ടാണ് ഹൈദരാബാദ് FC ആദ്യ പോയിന്റ് സ്വന്തമാക്കിയത്. ആദ്യത്തെ 4 മത്സരങ്ങളും വീക്കിലെ ആദ്യത്തെ 4 മത്സരങ്ങളിൽ സമനിലയുണ്ടായ വീക്കെൻഡാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ 2 മത്സരങ്ങൾ ഗോൾലെസ് ഡ്രോ ആണെങ്കിൽ പിന്നത്തെ 2 മത്സരങ്ങൾ ഗോളുകൾ അടിച്ചുകൊണ്ടാണ് സമനിലയിൽ പിരിഞ്ഞത്. ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ അടിച്ചുകൊണ്ട് ഒഡീഷയ്ക്കെതിരെ ലീഡെടുത്ത മത്സരത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ പോയത്. ഇനിയുള്ള മെയിൻ മത്സരം എന്ന് പറയുന്നത് ഈ വർഷത്തെ ഡെർബി മത്സരമാണ്. മോഹൻബഗാൻ സൂപ്പർ ജയൻസ് വേഴ്സസ് മുഹമ്മദൻസ് മത്സരത്തിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസ് ഒരു തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. 3-0 മോഹൻബഗാൻ സൂപ്പർ ജയൻസ് വിജയം സ്വന്തമാക്കിയത്. ഈസ്റ്റ് ബംഗാൾ FCക്ക് ISL 15 സീസണിലെ 4 വീക്കിലും വിജയമില്ലാതെ കടന്നു പോവുകയാണ്. ജംഷഡ്പൂർ FC ആണ് ഈസ്റ്റ് ബംഗാൾ FCയെ തോൽപ്പിച്ചത്. ബംഗളൂരു FC 4 വീക്കായിട്ടും ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. അവർ മുംബൈ സിറ്റി FCക്കെതിരെ ഒരു ഗോൾലെസ് ഡ്രോ ആണ് ഉണ്ടായത്. അപ്പോഴും ബംഗളൂരു FCക്ക് എവേ ഗ്രൗണ്ടിൽ പോയി ഒരു ഗോൾ അടിക്കാനായി സാധിച്ചില്ല എന്നതും ഫോർത്ത് വീക്കിൻ്റെ പ്രത്യേകതയായി കടന്നു പോകുന്നു. ഇനി ബെസ്റ്റ് പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ്, ബെസ്റ്റ് ഡിഫൻഡർമാരുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 താരങ്ങളിലേക്കാണ് ബെസ്റ്റ് പ്ലേയേഴ്സായി ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഏറ്റവും അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പ്രീതം കോട്ടാലാണ് 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. മിലോസ് ട്രിങ്കിച്ച് 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്ത് നെവാർച്ചിയുമാണ് വന്നിട്ടുള്ളത്.